യുവമോർച്ച പുനഃസംഘടനയ്ക്ക് പിന്നാലെ ബിജെപിയിൽ പൊട്ടിത്തെറി. സ്ഥാനങ്ങൾ നൽകിയത് പണം വാങ്ങിയാണെന്ന് ആരോപണം ഉന്നയിച്ച നേതാക്കൾ. സംസ്ഥാന ട്രഷറിയുടെ നിയമനത്തിനെതിരെ യുവമോർച്ച മുൻ സംസ്ഥാന നേതാവാണ് ആരോപണം ഉന്നയിച്ചത്. മോശം പ്രവർത്തനത്തിന്റെ പേരിൽ ഡിവൈഎഫ്ഐ പുറത്താക്കിയയാളെ ജനറൽ സെക്രട്ടറിയാക്കിയതിന്റെ മാനദണ്ഡം എന്താണെന്ന് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ ചോദിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിക്ക് വൈശാഖ് അയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ചേട്ടാ, എനിക്ക് ഒരു ചെറിയ രീതിയിൽ അമർഷമുണ്ട് പുതിയ പ്രഖ്യാപനത്തോട് ഇതായിട്ട്. ചേട്ടാ, ഞങ്ങൾ 14 ജില്ലാ പ്രസിഡന്റുമാരുണ്ടായിട്ട് അതിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ പോലും എടുത്തിട്ടില്ല ഈ പുതിയ ഭാരവാഹി ലിസ്റ്റിൽ. ഇപ്പോൾ കോട്ടയത്ത് വിഷ്ണു എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുൻപ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജില്ലാ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് അയാൾ ബൈ ഇലക്ഷനിലൂടെ മാറിയേക്കുമായിരുന്നു. പക്ഷെ അയാൾ ജനറൽ സെക്രട്ടറി ആയി. അത് മനുവിന്റെ പഴയ ABVP സൗഹൃദത്തിന്റെ ബന്ധത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ താഴെത്തട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് കയറി വന്നുകൊണ്ട് പണിയെടുത്താൽ പോലും നമ്മളൊന്നും പരിഗണിക്കപ്പെടില്ല എന്നൊരു തോന്നൽ വരിക. കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളൂ സംഘടനയിലേക്ക് വന്ന ഒരു ഡിവൈഎഫ്ഐയുടെ ആള് ഒരു മോശം പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റിയതിന്റെ ഭാഗം നമ്മളിലേക്ക് വന്നു. അയാൾ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇതിന്റെ മാനദണ്ഡം മനസ്സിലാവുന്നില്ല. സത്യത്തില് വളരെ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ അമർഷവും ഉണ്ട്. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, വ്യക്തമാണ് ശ്രീരാഗിന്റെ വാക്കുകളിലൂടെ എന്താണ് സംഭവിക്കുന്നത് സംഘടനയിൽ എന്നുകൂടി മനസ്സിലാക്കുന്നു. ഇതിൽ അമർഷമുണ്ട്, മാനദണ്ഡം എന്താണ് എന്ന ചോദ്യങ്ങൾ കൂടിയാണ് ഉയർത്തുന്നത്. വിനിത, യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ BJPയിൽ അമർഷമുണ്ട്. അങ്ങനെ പരസ്യമായി പ്രതികരിച്ച 3 BJP യുവമോർച്ച പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അവരെ സസ്പെൻഡ് ചെയ്തു. അത് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ യുവമോർച്ച നേതാക്കൾക്കെതിരെയാണ് നടപടി വന്നത്. അതിനിടയിൽ ഇന്ന് ശ്രീരാഗ് എന്ന യുവമോർച്ചയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി നിയമനം നൽകിയെന്നാണ്. ചുമതല ഏൽപ്പിച്ചു. അത് ഋഷഭ് മോഹൻ എന്ന യുവമോർച്ചയുടെ സംസ്ഥാന ട്രഷറിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും യുവമോർച്ച പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറി BJPക്ക് അകത്തുണ്ട്. ഇന്നലെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ അജേഷ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് പരാതി പറയാനെത്തിയപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് പോലും സമയം നിഷേധിച്ചതാണ്. അങ്ങനെ ഇപ്പോഴും V മുരളീധരൻ വിഭാഗത്തെ പുനഃസംഘടനയിൽ പൂർണ്ണമായും മാറ്റി നിർത്തിയെന്ന പരാതിയുണ്ട്. മുൻ ജില്ലാ അധ്യക്ഷന്മാരെ പൂർണ്ണമായും ഒതുക്കി, അവരെ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്തിയില്ല, സംസ്ഥാന സെക്രട്ടറിയായി പോലും ഉൾപ്പെടുത്തിയില്ല എന്നടക്കമുള്ള പരാതിയുണ്ട്. മുൻ ABVP ഭാരവാഹികളെ കുത്തിനിറച്ചാണ് സംസ്ഥാന യുവമോർച്ച കമ്മിറ്റി രൂപീകരിച്ചത് എന്നടക്കമാണ് പരാതി. അവരാണെങ്കിൽ കൃത്യമായി അവർ പ്രവർത്തിച്ചില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ABVP ഇങ്ങനെയാണോ സംസ്ഥാനത്തെ ക്യാമ്പസുകൾ ഉണ്ടാവുക എന്ന ചോദ്യമാണ് എറണാകുളം ജില്ലാ അധ്യക്ഷൻ അനൂപ് ആന്റണിയോട് ചോദിക്കുന്നത്. അങ്ങനെ വലിയ വിവാദത്തിലേക്കാണ് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ രൂപീകരണം പോകുന്നത്. ഇതിലിപ്പോൾ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അനൂപ് ആന്റണിക്ക് തന്നെ നേരിട്ട് സന്ദേശം അയച്ചതാണല്ലോ യുവമോർച്ചയുടെ മുൻ നേതാവ്. ഇപ്പോൾ അത്തരത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അസംതൃപ്തി പുകയുമ്പോഴുള്ള വിശദീകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? വിനിത, യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച ആ നിമിഷം മുതൽ തന്നെ പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്തെമ്പാടുമുള്ള യുവമോർച്ചയുടെ ജില്ലാ നേതാക്കളടക്കം അവർ പലരും പരസ്യമായി തന്നെ അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. സാമൂഹ്യ മാധ്യമത്തിൽ എഴുതി, നേരിട്ടറിയിക്കാനുള്ള ശ്രമം നടത്തി. എന്നിട്ടും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദോ അല്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരോ ഈ കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് പരാതി പറഞ്ഞ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പരാതി പറഞ്ഞ 3 നേതാക്കൾക്കെതിരെയാണ് അച്ചടക്ക നടപടി. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച യുവമോർച്ചയുടെ ജില്ലാധ്യക്ഷനെന്ന് പറയുന്ന സജിത്ത് തിരുവനന്തപുരം ജില്ലാധ്യക്ഷനായിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടത്. സജിത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയില്ല എന്നൊരു പരാതിയുണ്ട്. സജിത്ത് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട പ്രായപരിധി കഴിഞ്ഞിട്ടില്ല. പ്രായപരിധി കഴിയാത്ത സജിത്തിനെ എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ പരിഗണിച്ചില്ല എന്ന ചോദ്യം കൂടി ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അമർഷം പുകയുന്നുണ്ട്. തിരുവനന്തപുരത്തെ യുവമോർച്ച മുൻ നേതാക്കൾ തന്നെയാണ് കൂടുതലായും പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.